ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ ഓർഗനൈസ്ഡ് ക്രൈംസ്, അതുപോലെ തന്നെ ഡ്രഗ് കാർട്ടലുകൾ, മാഫിയ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവ വളരെ ശക്തമാണ്. അടുത്തിടെ ചില പ്രദേശങ്ങളിൽ അവരുടെ ഭീഷണി സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. ഈ കൊലപാതകങ്ങൾ, ഭീഷണിപ്പെടുത്തിയുള്ള പണം തട്ടൽ, മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയവ പൊതുസുരക്ഷയെ തകർത്തു. ജനജീവിതത്തെ ദുസ്സഹമാക്കിയ ഈ ഭീഷണികൾക്കെതിരെ ഇപ്പോൾ ആ രാജ്യത്തെ ജെൻസി തലമുറ തന്നെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഏറെ നാളായി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി തന്നെ പ്രതിഷേധിക്കാൻ പുതുതലമുറയെ പ്രേരിപ്പിച്ചത് ഒരു കൊലപാതകം കൂടിയാണ്. നവംബർ 1 ഡെഡ് ഡേ ആഘോഷത്തിനിടെ ഉറുവാപ്പൻ മേയർ കാർലോസ് ആൽബർട്ടോ മാൻസോ റോഡ്രിഗസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. മെക്സിക്കോയിലെ ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന ക്ലോഡിയ ഷെയിൻബോമിനെതിരെ ജനരോക്ഷം ആളിക്കത്തുകയായിരുന്നു. രാജ്യത്തെ മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാർലോസ് രംഗത്തെത്തിയിരുന്നു. കാർലോസ് ജനപ്രിയനായ ഒരു മേയർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൊലപാതകം ജനങ്ങളെ രോഷാകുലരാക്കി. മൈക്കോവാക്കൻ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലും മെക്സിക്കോയിലെ പ്രധാന നഗരങ്ങളിലുമെല്ലാം ജനങ്ങൾ തെരുവിലിറങ്ങി. കാർലോസിനെ കൊന്നത് സർക്കാർ തന്നെയാണെന്ന മുദ്രാവാക്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചു. പിന്നാലെ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകി പ്രതിപക്ഷ പിന്തുണയോടെ ജെൻസി തലമുറയും തെരുവിലിറങ്ങി. അവർ സമരത്തിന്റെ മുൻനിരയിലെത്തി. പ്രസിഡൻഷ്യൽ പാലസിന് ചുറ്റുമുള്ള ബാരിക്കേഡുകൾ പൊളിച്ചുമാറ്റി, പോലീസുമായി ഏറ്റുമുട്ടി, പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ഇതിൽ 100-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കവർച്ച, ആക്രമണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തി 20 പേരെ അറസ്റ്റ് ചെയ്തതായും മെക്സിക്കോ സിറ്റി സുരക്ഷാ മേധാവി പാബ്ലോ വാസ്കുസ് പറഞ്ഞു. ഈ പ്രക്ഷോഭത്തെ വിമർശിച്ച് പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രക്ഷോഭത്തിന് പിന്നിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരെന്ന ആരോപണം ഉന്നയിച്ച ഷെയിൻബോം രാജ്യത്തെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ അതിരുവിടരുതെന്നും പറഞ്ഞു. 2024 ഒക്ടോബറിൽ അധികാരത്തിലെത്തിയ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോമിന് ഈ ഭരണകാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഈ മേയറുടെ കൊലപാതകത്തിന് പിന്നാലെ സുരക്ഷാ നയങ്ങളിൽ വിമർശനം ഉയർന്നു വന്നിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് നേപ്പാളും ഇതുപോലെ തന്നെ വലിയൊരു ജൻസി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. ഈ വർഷം സെപ്റ്റംബറിൽ തന്നെയാണ് ഈ നേപ്പാളിലുടനീളം വലിയ തോതിലുള്ള അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നത്. വിമർശനങ്ങൾ ശക്തമായപ്പോൾ സോഷ്യൽ മീഡിയ നിരോധിച്ച് ജനങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു ഈ സർക്കാരിന് തിരിച്ചടിയായത്. ജെൻസി തലമുറ കടുത്ത പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. പാർലമെന്റ് പിരിച്ചുവിടലിലേക്കും പ്രധാനമന്ത്രിയുടെ രാജിയിലേക്കും അതുപോലെ തന്നെ പുതിയ സർക്കാർ രൂപീകരണത്തിലേക്കും വരെ ഈ കാര്യങ്ങൾ എത്തിനിന്നു. ജെൻസി പ്രതിഷേധങ്ങൾ നേപ്പാളിൽ ഫലം കണ്ടുവെന്ന് തന്നെ പറയാം. പിന്നീട് വിവിധ രാജ്യങ്ങളിൽ സമാനമായ രീതിയിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ജെൻസി പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇപ്പോഴിതാ മെക്സിക്കോയിലും പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ്. ഈ ജെൻസി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇവയാണ് മെക്സിക്കോയിൽ. ഈ പൊതുസുരക്ഷ ഉറപ്പാക്കുക, പൊതുജനങ്ങൾക്ക് മാഫിയകളുടെ ഭീഷണിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക, അഴിമതി, അധികാര ദുരുപയോഗം എന്നിവ അവസാനിപ്പിക്കുക, ഈ അധികാര ദുരുപയോഗം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, ഈ പൊതുജന സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ എന്നീ മേഖലകളിൽ ശക്തമായ നിക്ഷേപം നടത്തുക. അതിൻ്റെ കൂടെ തന്നെ ഈ മേയർ കാർലോസിൻ്റെ കൊലപാതകത്തിൽ സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതും പുറത്തു വരണമെന്നാണ് ജെൻസി പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നാണ് നിലവിൽ പ്രക്ഷോഭകർ പറയുന്നത്.